ഗായ്സ്, അങ്ങനെ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ഒരു ചെറിയ റൈഡ് പോവാം. വൈസ്മാൻ ഫെറി എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് കേട്ടോ. ഒരു പുഴയുടെ സൈഡിൽ, ഒരു റിവറിൻ്റെ സൈഡിലോട്ടാണ് റൈഡ് പോകുന്നത്. ഇപ്പോൾ രാവിലെ നമ്മൾ 6 മണിക്ക് ഇറങ്ങിയതാണ്. ഇപ്പോൾ കുറേ ദൂരം ഓടിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഇങ്ങനെ പോവുക. ഇപ്പം എൻ്റെ കൂട്ടുകാരനുണ്ട് ഫ്രണ്ടിൽ. ഞങ്ങൾ രണ്ടുപേരുടെ അടുത്തും ആദ്യം ഞങ്ങൾ വേറെ ബൈക്കായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ബൈക്ക് മാറ്റി. അപ്പോൾ ഫസ്റ്റ് റൈഡ് ഞാൻ സുസുക്കി കൊണ്ട് ഫസ്റ്റ് ലോങ് റൈഡ്. പുള്ളി നിഞ്ച H2R എടുത്തു. അപ്പോൾ പുള്ളി അതുകൊണ്ട് ഫസ്റ്റ് റൈഡ്. നിഞ്ച H2R അല്ല, ZH2. അപ്പോൾ അങ്ങനെ ഏകദേശം 38 കിലോമീറ്റർ ഉണ്ട്. നല്ലൊരു കൺട്രി സൈഡ് റോഡാണ്. നമുക്കിങ്ങനെ എൻജോയ് ചെയ്ത് കണ്ടുപോയി നല്ല ആസ്വദിച്ച് പോകാൻ പറ്റുന്ന ഒരു റോഡാണ്. ഇതെന്ത് മരങ്ങളാണോ നമ്മുടെ നാട്ടിലെ മറ്റേ എന്തിനു പറയുന്നത്, ദേവദാരു അല്ല, അതേപോലത്തെ അല്ലേ. അപ്പം ഇന്നിപ്പോൾ ഭാഗ്യത്തിന് നല്ല കാലാവസ്ഥ. ഇത്രയും ദിവസം നല്ല തണുപ്പായിരുന്നു ഇവിടെ സിഡ്നിയിൽ, ഓസ്ട്രേലിയയിൽ. പിന്നെ ഇന്നിപ്പം അത്യാവശ്യം നമ്മുടെ നാട്ടിലത്തെ കൂട്ടുള്ളൊരു നല്ല വാം ക്ലൈമറ്റ്, നമ്മുടെ നാട്ടിലൊക്കെ ബൈക്ക് ഓടിച്ച് പോകുമ്പോൾ ഉള്ള ഒരു കാലാവസ്ഥ വന്നു. അപ്പോൾ ഞങ്ങളിപ്പോൾ ഡൂരൽ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. എന്നിട്ട് ഇങ്ങനെ ഇനി ഇവിടുന്ന് ഇനി മറ്റേ സ്ഥലത്തിൻ്റെ വൈസ്മാൻ ഫെറി പോയിട്ട് പറ്റുവാണെങ്കിൽ നമ്മുടെ ബൈക്ക് ഫെറിയെ കയറ്റി അപ്പുറത്തെ സൈഡിൽ കൊണ്ടുപോകണം. എന്നിട്ട് അവിടുന്ന് കുറച്ച് റൈഡ് ചെയ്യണം എന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ നമ്മുടെ സുബിംബ്രോ അവിടെ ഫ്രണ്ടിൽ പോകുന്നുണ്ട്. ഈ ഇടയ്ക്ക് നിൽക്കുന്ന ആരാന്ന് എനിക്കറിയില്ല കേട്ടോ. പുള്ളി ഇപ്പോൾ വന്ന് ഇടയ്ക്ക് കയറിയതാണ്. പുള്ളിയുടെ വണ്ടി ഹോണ്ടയുടെ ട്രാൻസ്ലാപ്പ് ഇടയ്ക്ക് നടുക്ക് പോകുന്ന വണ്ടി, നല്ല വണ്ടിയാണ്. 8 കിട്ടി, 8 കിട്ടി. നമുക്ക് പറക്കാം. നമുക്ക് പറക്കാൻ പറ്റൂല, മുമ്പിൽ വണ്ടിയുണ്ട്. എല്ലാം ഇങ്ങനെ മെല്ലെ പോവോ. 8 മക്കളെ. ചേട്ടാ, ആരെങ്കിലും ഒന്ന് മാറി തരുമോ? ഇവിടെ ഓവർടേക്കിംഗ് ലൈനൊന്നും ഇല്ലേ? ZH2 ഞാൻ ഇതുവരെ വണ്ടി പോയി നോക്കിയിട്ടില്ല. അങ്ങനെ കണ്ടിട്ടില്ലാത്തൊരു വണ്ടിയാണ്. ഞാൻ ഇതുവരെ ലൈഫിൽ ഓടിച്ചിട്ടില്ല വണ്ടി. അപ്പോൾ നോക്കണം എങ്ങനെ ഉണ്ടെന്ന്. ഭയങ്കര രസം അതിൻ്റെ സൗണ്ട്. ആ സൂപ്പർ ചാർജ് ആയതുകൊണ്ട് വിസിലിംഗ് സൗണ്ട് ഉണ്ട്. അത് പൊളിച്ചു. ഓ, നല്ല അടിപൊളി കൺട്രി സൈഡ് സ്ഥലം കണ്ടോ. എൻ്റെ അമ്മോ, പഴയ സ്ഥലങ്ങൾ കേട്ടോ. ഇതൊക്കെ 1800 കാലഘട്ടങ്ങളിൽ യൂറോപ്പിൽ നിന്ന് ഓസ്ട്രേലിയ വന്ന് കുടികേറിയ സായിപ്പന്മാർ എടുത്ത വീടുകളും സ്ഥലങ്ങളും ഒക്കെയാണ് ഈ കാണുന്നത്. ഇപ്പം നമ്മൾ കാണുന്നത്. ഇന്ന് ഇഷ്ടം പോലെ ബൈക്കുണ്ടല്ലോ. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മളെ സ്ഥലത്തോട്ട് പോകുന്നത്. അപ്പോൾ എങ്ങനെയാണെന്നൊന്നും അവിടെ എത്തുമ്പോൾ അറിയാം എങ്ങനെയുള്ള സ്ഥലമാണ്. ഗൂഗിൾ മാപ്സിൽ കണ്ടിട്ട് നല്ല രസമുണ്ട്. എനിക്ക് ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ കൂടെ ബൈക്ക് ഓടിക്കാൻ ഇഷ്ടം. എനിക്കെന്നല്ല, ഒട്ടുമിക്ക ബൈക്കേഴ്സിനൊക്കെ ഇത് തന്നെ എനിക്ക് ഇഷ്ടം. കാരണം ഇതിൻ്റെ ഒരു ഫീൽ വേറൊരു ഫീലാണ്. ഗ്ലെനോറി മിഷൻ ചർച്ച്, ഇതൊക്കെ ഒരു പഴയ വില്ലേജ് സൈഡുകൾ കേട്ടോ. ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ എല്ലാം അങ്ങനത്തെ സ്ഥലങ്ങളാണ് വരാൻ പോകുന്നത്. ഞാൻ അങ്ങനെ മൈക്ക് വാങ്ങി കേട്ടോ. എല്ലാവരും മൈക്ക് പ്രശ്നമെന്ന് പറഞ്ഞ് ഇനി ഈ മൈക്ക് കിട്ടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എല്ലാം കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല വൈബ് കേട്ടോ ഓടിക്കാൻ. ഫാമൊക്കെ കേട്ടോ, എല്ലാം ഓറഞ്ചൊക്കെ ഇങ്ങനെ റോഡിൽ വെച്ച് വിൽക്കുന്നുണ്ട്. ഞാൻ പണ്ട് പറഞ്ഞ പോലെ നമ്മൾ വെള്ളിയാഴ്ച വരെ ചത്ത് കിടന്ന് ജോലി എടുത്തിട്ട് ഇപ്പം ശനിയാഴ്ചയൊക്കെ നമ്മളിങ്ങനെ ഒന്ന് വണ്ടിയും കൂടെ ഇറങ്ങുമ്പോൾ കിട്ടുന്നൊരു മനസ്സുഖം ഉണ്ടല്ലോ. ഇതൊക്കെ ഒരു വല്ലാത്തൊരു, നമ്മൾക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു വേറൊരു ലെവലുള്ള നമ്മളെ ഉള്ളിൽ നിന്ന് നമുക്കൊരു കിട്ടുന്നൊരു ഫീലത്. നമുക്കിങ്ങനെ എന്താ പറയുക, ആ ഒരു ആഴ്ചയും ജോലിയും ചെയ്ത് അവിടെ നിന്ന് കിട്ടുന്ന പ്രഷറും ഇതെല്ലാം നമുക്ക് അങ്ങോട്ട് മാർക്കും. നമ്മളൊരു ബൈക്ക് എടുത്ത് ഇങ്ങനെ പോകാമെന്നെങ്കിൽ അത് ബൈക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് മനസ്സിലാവും. ഗ്ലെനോറി, ഓ ഫാമാട്ടോ എല്ലാം. ഗായ്സ്, അപ്പോൾ ശരി, ഞാനേ കുറച്ചുകൂടെ അങ്ങോട്ട് എത്തിയിട്ട് വീഡിയോ എടുക്കാം. ഞാൻ ഇനിയുണ്ട് 30 കിലോമീറ്റർ കൂടെ. അങ്ങനെ നമ്മുടെ ഇടയ്ക്കുണ്ടായിരുന്ന ബൈക്കുകാരൻ അങ്ങോട്ട് തിരിഞ്ഞു. അപ്പം ഇനി നമ്മൾ ഞാനും സുബിംബ്രോയും. എനിക്ക് ഈ വണ്ടിയുടെ എനിക്ക് ഇഷ്ടമെന്ന് പറഞ്ഞാൽ എന്താ അറിയോ, അപ്പം അതിന് സൂപ്പർ ചാർജ് ഉണ്ടേ കൂടെ ഇവൻ്റെ ആ ഒരു 2005 K5 ആ ഒരു സൗണ്ട് ഉണ്ടല്ലോ, അത് നമ്മളെ അങ്ങ് ഭയങ്കരമായിട്ട്. ഇവൻ ഇടയ്ക്കിടയ്ക്ക് ഹയാബുസയുടെ സൗണ്ടൊക്കെ വരുന്നുണ്ട്. അതാണ് എനിക്ക് ഇവനെ ഇഷ്ടമുള്ള കാര്യം കേട്ടോ. അയ്യോ, അടിപൊളി സ്ഥലം. ഒമ്മേ ഫാം ലാൻഡ്സ് കിട്ടില്ല. അങ്ങോട്ട് നോക്കൂ എന്ന് കാണത്തില്ലായിരിക്കും. മരങ്ങളാണ് സൈഡ്. സത്യം പറഞ്ഞുകൊണ്ടല്ലോ, നമ്മൾ ഈ സിറ്റി വിട്ട് കൺട്രി സൈഡിലോട്ട് വരുമ്പോൾ അത് മനുഷ്യനും പ്രകൃതിയും നമ്മളുള്ളൊരു കണക്ഷൻ്റെ ഇതാണ്. നമ്മളിവിടെ എത്തുമ്പോൾ നമുക്ക് ആ ഇത് തരുന്നൊരു വൈബും ഫീലും നമുക്ക് ലോകത്ത് വേറെ എവിടെയും കിട്ടില്ല.
ഒരു ഓസ്ട്രേലിയയുടെ ഏറ്റവും പ്രത്യേക കാര്യം നിങ്ങൾ ശ്രദ്ധിച്ച് നോക്ക്, ഒരു വേസ്റ്റ് ഇല്ല റോഡിൽ. ഞാൻ മോഡർന്ന് മറ്റേ എയിട്ട് നോക്കിയാൽ ഇതുവരെ എയിട്ട് അങ്ങനെ ഓടിച്ചിട്ടില്ല വണ്ടി കേട്ടോ. അമ്മേ വേണ്ടായിരുന്നു. മാരകമാണ് ഈ വണ്ടിയുടെ. അയ്യോ പുലിയാണ്. ഞാൻ ഒന്ന് സ്ലോ ചെയ്തിട്ട് വലിച്ചെടുത്ത് പോകാൻ. പോട്ടെ താഴെ പോട്ടെ താഴെ പോട്ടെ താഴെ പോട്ടെ. എൻ്റെ കർത്താവേ, എന്തിനാ വെറുതെ കാശ് കൊടുത്ത് നമ്മൾ ഈ സൂപ്പർ ബൈക്കൊക്കെ എടുക്കുന്നത്? ഒരു സൂപ്പർ ബൈക്കല്ല, വലിയ വലിയ എക്സ്പെൻസീവ് BMW ബൈക്സൊക്കെ എടുക്കുന്നത് ഒരു ആവശ്യമില്ല. നമ്മുടെ ജാപ്പാനീസിനെ വിശ്വസിക്കുക. 90 കീട്ടിക്കാച്ചി. എന്നാ ലുക്ക് അവിടെ കുന്നും പുറത്ത് കൊണ്ടായാലും വീട് വെച്ചേക്ക് നോക്ക്. പൊളി. എൻ്റെ അമ്മോ എന്നാ സ്ഥലം. പൊളി. നാട് ഓർമ്മ വരുന്നു. കേരളം മിസ് ചെയ്യുന്നു ഗൈസ്. ഇങ്ങനത്തെ പ്രകൃതിയും പച്ചപ്പും അതിൻ്റെ ഇടയ്ക്ക് ഒരു നല്ല അടിപൊളി വണ്ടിയും കൂടെ ഉണ്ടെങ്കിൽ വാട്ട് എൽസ്, എന്ത് വേണം? ഒരു രക്ഷയില്ലാത്ത റൂട്ട്. മൊബൈൽ സ്പീഡ് ക്യാമറ നല്ല കാര്യം. ഉള്ള സ്പീഡിൽ പോലും എത്താൻ പറ്റുന്നില്ല. ഇവൻ നമ്മളെ കറപ്പിച്ച് കൊല്ലുമല്ലോ. എൻ്റെ അമ്മ എന്നാ പുകയാ വരുന്നത് നോക്ക്. അയ്യോ ഗൈസ്, ഞാനൊരു പൊട്ടത്തം കാണിച്ചു. എൻ്റെ ടാങ്ക് ബാഗ് അടച്ചിട്ടില്ലായിരുന്നു. ഷോ, ദേഴ്സ് നത്തിങ് ലൈക്ക് സുസുക്കി. ഒരു രക്ഷയില്ല. ഇത്രയും വാല്യൂ ഫോർ മണി. കുറഞ്ഞ പൈസയ്ക്ക് ഒരു വണ്ടി തരും. അതാണെങ്കിൽ ഒടുക്കത്തെ പെർഫോമൻസ്. അങ്ങനെ നമ്മൾ വെൽക്കം ടു മറൂട്ട ഹിൽസ്. തിരിച്ച് നമ്മൾ ഇതിലെ കാട്ടിക്കൂടെ കയറിയായിരിക്കും പോകുന്നത് അകത്തോടെ. അതൊരു വേറൊരു ലെവൽ. ഇതാ എനിക്കാണെങ്കിൽ ഇവിടുത്തെ നല്ല ഇത്രയും മനോഹരമായ പ്രകൃതിയും കാടും കണ്ടിട്ട് എനിക്ക് ഗോപ്രോ ഓഫാക്കാൻ തോന്നുന്നില്ല. ഹയാബൂസ, നമ്മുടെ ചെക്കൻ, നമ്മുടെ വല്യപ്പൻ, ഈ വണ്ടിയുടെ എൻ്റെ അല്ല. നാട്ടിലത്തെ പോലെ ചായയോ ചായക്കടയോ ഒരു പഴംപൊരിയോ പരിപ്പൊടിയൊക്കെ കഴിക്കാൻ വിചാരിച്ചാൽ ആ പരിപാടിയൊന്നും ഇവിടെ നടക്കില്ല. ഇവിടെ ഇങ്ങനെ പോവുക തന്നെ. പിന്നെ എവിടെയെങ്കിലും മെക്ഡോണൽഡ്സ് കാണുമ്പോൾ അവിടെ കയറിയിട്ട് ഇങ്ങനെ കഴിക്കാം. ഗ്രീൻ ടീയോ ചായയോ അവിടുത്തെ ചായ. അങ്ങനെ വെറും 14 മിനിറ്റ് കൂടെ ഉള്ളൂ നമ്മൾ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തെത്തും. 15 കിലോമീറ്റർ ഇൻ 14 മിനിറ്റ്. ഇവനങ്ങ് ഓപ്പൺ ചെയ്യാനൊരു ഫീൽ കേട്ടോ. ഞാൻ പെട്രോൾ അടിച്ചില്ലായിരുന്നു. ഭാഗ്യം. 20 ലിറ്റർ ടാങ്ക് ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു. ഞാൻ വിചാരിച്ചു പെട്രോൾ കഴിയാമല്ലോ. എൻ്റെ കർത്താവ്, ഇവനെന്ത് ഇങ്ങനെ പോകുന്നത്? ഒരു കാര്യം മനസ്സിലായിട്ടോ, നമ്മളിങ്ങനെ ഗിയർ താഴ്ത്തി പോകുമ്പം നല്ല കൺട്രോൾ കിട്ടും വണ്ടിക്ക്. മറൂട്ട, നമ്മൾ മറൂട്ട എത്തി. എൻ്റെ അമ്മോ, ഫുള്ള് റീജിയണൽ എന്ന് പറഞ്ഞാൽ കട്ട റീജിയണലോട്ട് ഇങ്ങോട്ട് വരുമ്പോൾ കൈ എൻ്റെ ചെറുതായിട്ട് മരവിച്ച് പോയിട്ടോ. നല്ല തണുപ്പാ. അയ്യോ, തണുപ്പിൻ്റെ ആണെന്ന് കഴിഞ്ഞാൽ എൻ്റെ കൈ ഗ്ലൗസിൻ്റെ ആണെന്ന് ആർക്കറിയാം. ഗ്ലൗസിൻ്റെ ആയിരിക്കും. അങ്ങോട്ട് വരുമ്പോൾ ഗ്ലൗസ് ഊരി ഓടിക്കും. അല്ല, ഗ്ലൗസ് ഊരി എന്ന് പറഞ്ഞാൽ ഗ്ലൗസിൻ്റെ അകത്തത്തിലായി. നമ്മൾ 30 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കൈ മരവിക്കും, മുട്ട് എനിക്കും, എന്തൊക്കെ കാര്യങ്ങൾ. അങ്ങനെ പിറ്റ് ടൗൺ കഴിഞ്ഞു. നമ്മൾ അടുത്ത ഫെറിയിലേക്ക് പോവുകയാണ്. പിറ്റ് ടൗൺ. ഓക്കെ, നമുക്ക് സ്ട്രൈറ്റ് ഇനി കുറച്ച് മാന്യമായിട്ട് പോകും. റിലാക്സ് ആൻഡ് റിലാക്സ്. മടുത്തു, കമന്ന് കിടന്ന് ഞാൻ മടുത്തു ഗൈസ്. സ്ഥലം നോക്ക്. എൻ്റെ അമ്മോ, വെറുതെ കിടക്കാം. വേസ്റ്റ് ലാൻഡ്സ്. അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല കേട്ടോ. ആൾക്കാർ നല്ല കൃഷി ചെയ്ത് ജീവിക്കുന്നു. നമ്മുടെ നാട്ടിലത്തെ പോലെ തന്നെ നാട്ടിൽ കൃഷി ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ ഇവിടെ. ഫാം ഹൗസ്. ഇതൊക്കെ ഫാമാണ്. നല്ല വലിയ വീടുണ്ടാക്കി വെച്ചിട്ട് ഫാമിൽ കുറച്ച് കാലം സുഖമായിട്ട് ജീവിക്കുക. വൈസ്മാൻ ഫെറി എത്തിയിരിക്കാൻ 10 കിലോമീറ്റർ കൂടെ. എൻ്റെ അമ്മോ, ബ്യൂട്ടി. പൊളി സ്ഥലം. കാണു മക്കളെ, എന്നാ സ്ഥലം. അമ്പോ പൊളി. എന്താ ഇത് നിർത്തത്? എൻ്റെ അമ്മോ, എന്ത് പോയി കാണണം അവിടെ. അയ്യോ,
ക്വിക്ക് ഷിഫ്റ്റർ വൻ ഉപകാരം കേട്ടോ. ക്ലച്ച് പിടിക്കാതെ ഗിയർ ഇങ്ങനെ മാറ്റി കളിക്കുമ്പോൾ ഒരു സുഖം. അവിടെ ഒരു മദാമയും പിള്ളേർ എഴുതി എന്തൊക്കെയോ വയ്ക്കുന്നു. ഫ്രൂട്ട്സ് ആണെന്ന് തോന്നുന്നു. ഒലിവിയ ആൻഡ് നോഹാസ് പ്രൊഡ്യൂസ് സ്റ്റോൺ. ഓക്കെ, മനസ്സിലായി. അതെ, ഇവിടെയാണ് പ്രൊഡ്യൂസ്. ഓ ഓടി, ഞാൻ അത് നോക്കാൻ പോയപ്പോൾ എൻ്റെ വഴി ആടിയാണ്. നെക്സ്റ്റ് 6 കിലോമീറ്റർ തെന്നി വീണാൻ സാധ്യതയുണ്ട്. അപ്പോൾ മെല്ലെ സൂക്ഷിച്ചു പോകാം. ഒത്തിരി പേര് തെന്നുന്ന ഫോട്ടോ ഉണ്ട്. എന്താണോ ആ വളവുകൾ. ഇപ്പം ശരിക്ക് അതിരപ്പള്ളി വാഴച്ചാല് വഴി കയറുന്നൊരു ഫീലിംഗ് വരുന്നുണ്ട് കേട്ടോ. അതേപോലെ എന്ത് രസം, വണ്ടികളൊന്നും ഇല്ലാത്തടത്തോട് ഇങ്ങനെ പോകാം. ഓ, കാറ്റിൻ്റെ സൗണ്ട് വരുന്നു. ഞാൻ വിചാരിച്ചു എന്താ സംഭവിച്ചത്. സൈഡിലോട്ട് തിരിഞ്ഞ് നോക്കിയപ്പോൾ ഷൂ എന്നൊരു സൗണ്ട്. അങ്ങനെ വൈസ്മെൻ ഫെറി, വെൽക്കം ടു വൈസ്മെൻ ഫെറി ഹിൽസ്. ഓക്കെ, നമ്മൾ വൈസ്മെൻ ഫെറി എത്തി. ഞാൻ അവിടെ ചെന്നിട്ട് അറിയാം ഫെറി ഉണ്ടോയെന്ന്. 5 മിനിറ്റ് 4 കിലോമീറ്റർ. ബൈക്കേഴ്സ് പായലുണ്ട്, സൂക്ഷിക്കുക. അയ്യോ, വെള്ളം കണ്ടോ? ഇതാണ് റിവർ. അമ്പോ, കിടിലൻ ലുക്ക്. സംഭവം സ്ഥലം പൊളിയായിരിക്കും. It's gonna be a great place guys. അടിപൊളിയായിരിക്കും, നല്ല രസമുണ്ട്. ഓക്കെ, ഒരു ലുക്കൗട്ട്. നമുക്ക് ലുക്കൗട്ടിൽ പോയിട്ട് പോകാം. നിൽക്കടാ, സുസുക്കി ബ്രേക്ക് അമർത്തി പിടിക്കണോട്ടോ. അങ്ങനെ നമ്മൾ ഓയ്യോ പൊളി. പൊളി റോഡില്ലേ, അടിപൊളി റോഡ്. ഓ രക്ഷ, നമുക്കിത് സ്ഥിരമാക്കാം. അല്ല, നമുക്ക് തിരിച്ച് ആ ഇടയ്ക്കൂടുള്ള റോഡിൽ കൂടെ പോവല്ലേ, ആ കട്ടായി വഴി പോവല്ലേ. ആ, അത് കിടിലൻ. അതെനിക്കൊന്നും ഇതിനേക്കാളും ഭയങ്കര ഇതായിരിക്കും ഗായ്സ്. അങ്ങനെ നമ്മൾ വ്യൂ പോയിന്റ് കഴിഞ്ഞ് ഇങ്ങനെ ഇറങ്ങുവാണ്. ഇപ്പോൾ എത്തും നമ്മൾ നമ്മുടെ അടിയിലോട്ടുള്ള സ്ഥലം കണ്ടോ, ഒരു രക്ഷയില്ല. ആ റിവർ ബേസ്, റിവർ സൈഡ്. നമുക്ക് പറ്റുവാണെങ്കിൽ ഫെറിയെ കയറ്റി കൊണ്ടുപോകും. എൻ്റെ ഒരു ഗോപ്രോയുടെ ബാറ്ററി ഒരു ബാറ്ററി ഡെഡായി. 2 ബാറ്ററിയുടെ വാങ്ങിക്കണം. ഇങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് തീരും. ഞാൻ എനിക്ക് ഒന്ന് 4K ഇട്ടിട്ടായിരിക്കും, അറിയില്ല. അപ്പോൾ ഏതായാലും 5 മിനിറ്റിനുള്ളിൽ നമ്മൾ താഴെ എത്തും. നമ്മുടെ നാട്ടിൽ ചോര ഇറങ്ങുന്ന പോലെ തന്നെ. ഓസ്ട്രേലിയ വന്നിട്ട് ആദ്യമായിട്ടോ ഞാൻ ഇങ്ങനെ ചോര ഇറങ്ങുന്നത്. വെൽക്കം ടു ഹിസ്റ്റോറിക് ഫെറി. ഓ, ഇവിടെ അടിപൊളി സ്ഥലമാണ്. ഇഷ്ടംപോലെ ബൈക്കേഴ്സ് ഉണ്ടല്ലോ. ഓ സൂപ്പർ സ്ഥലം. എന്നാ വ്യൂ ആന്ന് നോക്ക്. എൻ്റെ അമ്മോ പൊളി. ഇവിടാന്നോ? ഓ സൂപ്പർ സ്ഥലം ഗൈസ്. വൈസ്മെൻസ് ഫെറി പാർക്ക്. ഓ, ഇത്രയും ഒരു ഭംഗിയുള്ള സ്ഥലം. എൻ്റെ ഇലയൊക്കെ നോക്കും മരങ്ങളുടെ. എവിടെയാണ് ഫെറിന്ന് കണ്ടുപിടിക്കണം. ആദ്യമായിട്ട് വരുന്നുണ്ട്. വെയിറ്റ് ഹിയർ ഫോർ ഫെറി. ഇവിടുന്ന ഫെറി? ആ, അത് തന്നെ ഉണ്ട്. വെയിറ്റ് ഹിയർ ഫോർ ഫെറി. അല്ല, അവന്മാർ വന്നു. ആ
ആണോ? അപ്പോൾ തൽക്കാലം ഒന്ന് ഫ്രഷപ്പായിട്ട് വാഷ്റൂമൊക്കെ യൂസ് ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. അക്കരയിലോട്ട് ദാണ്ട് വരുന്ന ഫെറി. പോയിട്ട് വന്നിട്ട് അടിക്കാം. നമുക്ക് പോയി ഫെറിയെ കയറാം. അയ്യോ ഗ്ലൗസ്, ഒരു സാധനം മറക്കുന്ന ഗ്ലൗസ് മറന്നുപോയി. അയ്യോ പട്ടികളുണ്ടല്ലോ, പട്ടികളുണ്ട്. അപ്പം നമ്മൾ വൈസ്മാൻ ഫെറിയിലെത്തി. വൈസ്മാൻ ഫെറിയിൽ നമ്മളിപ്പോൾ ഫെറിയെ കയറി അപ്പുറത്തെ സൈഡിലോട്ട് പോകാൻ. ഏയ് അവൻ അന്നേരം അടിച്ചു വിട്ട് വന്നു. ഡയറക്ഷൻ ഓക്കെ ഗൈസ്. അങ്ങനെ ഗൈസ് അങ്ങനെ ഞങ്ങൾ ഫെറിയെ കയറി. പൊളിയാന്നല്ലോ. നമുക്ക് ഇറങ്ങിക്കൂടെ വണ്ടിയെന്ന്? പറ്റത്തില്ല. പാസഞ്ചേഴ്സ് ടു റിമെയിൻ ഇൻ ദെയർ വെഹിക്കിൾ. ഓക്കെ. ഒരു ഫോട്ടോ എടുക്കാൻ സമ്മതിക്കുമല്ലോ അവന്മാർ. നമ്മളല്ലേ ഫ്രണ്ടിൽ ഇറങ്ങുന്നേ? അപ്പോൾ പിന്നെ കുഴപ്പമില്ല. അല്ല അപ്പോൾ പിന്നെ നമ്മൾ 3 അല്ല നമ്മൾ 3 അല്ലേ? ഒരു മണി. നമുക്ക് ഇനി അപ്പുറത്തൊന്നും നോക്കിയാലോ? അക്കരെ എന്നാ പിന്നെ അവിടെ പോവാം. അതായത് അങ്ങോട്ട് കയറ് പൊട്ടിച്ച് അങ്ങോട്ട് പോവും. കർത്താവേ ആലോചിച്ചൊക്കെ ബൈക്ക് കൊണ്ട് നേരെ പോയി അതിനകത്തോട്ട്. നല്ലവനായ ചേട്ടൻ പോയിക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഗൈസ് അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഫെറിയയിൽ. ആദ്യമായിട്ടാണ് ഫെറിയൊക്കെ ബൈക്കും കൊണ്ട് കയറുന്നത്. നല്ല രസമായിരുന്നു.